ഞാൻ പിന്നെ മുമ്പ് പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ പഠിക്കുന്ന കാലത്ത് എല്ലാവർക്കും അറിയാം, അവിടെ ഒരു സിലബസ് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞ ഒരു പ്രമേയം അന്ന് നൂറുലമ അവതരിപ്പിച്ചു. ഞാൻ യഥാർത്ഥത്തിൽ ആ പ്രമേയം അവതരിപ്പിക്കണ യോഗത്തിലൊന്നും കൂടിയിട്ടില്ല. ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ ഞാൻ അന്ന് ആ യോഗത്തിൽ കൂടിയിട്ടില്ല. പിന്നെ മൂപ്പർക്ക് ഇതിനെ പറ്റി അറിയും ചെയ്യാം. ഞാൻ അങ്ങനത്തെ ഒരു അഭിപ്രായക്കാരനല്ല എന്നുള്ളത്. പഴയ സിലബസിനെ തന്നെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതായത് അന്ന് പരിഷ്കരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അന്ന് അവിടെ ഉദ്ദേശിച്ചത് എന്താന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളെ ദാറുൽ പോലത്തെ ഒരു സിലബസ് അല്ല. കിതാബിൽ കുറച്ചും കൂടി എന്താക്കുക, തഫ്സീർ കുറച്ചുകൂടി വെക്കുക, ഹദീസ് കുറച്ചുകൂടി വെക്കുക, അതുപോലെ തന്നെ മറ്റുള്ള ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങൾ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ അതിന് ബഹുമാനപ്പെട്ടവർ ആ പ്രമേയം അവിടെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ മൂപ്പര് വളരെ രോഷാകുലനായി. അങ്ങനെ വളരെ അവിടുന്ന് അസർ ദേശവും മാരിബിന്റെ ദേശമൊക്കെ അവിടുന്ന് ഇങ്ങനെ വളരെ ശോഭിച്ചുകൊണ്ട് പറയലുണ്ട്, ഈ പൊന്നാണി മഖ്ദൂമികളെ ഈ സിലബസ് അല്ലാത്ത ഒരു സിലബസും ഞാൻ അവിടെ വെക്കൂലടാന്ന് ആരോടുമല്ല, മൂപ്പരവിടെ ഒന്ന് ഭയങ്കര ശക്തമായി പറയും. കാരണം ഈ നൂറുൽമന്റെ ഈ പിന്നെ സിലബസ് പരിഷ്കരിക്കണം എന്നുള്ള പ്രമേയം മൂപ്പരെടുത്ത് എത്തിയപ്പോൾ ഞാനൊന്നും നൂറുൽമന്റെ ഒരു പ്രവർത്തകനാണ്. അപ്പൊ മൂപ്പര് പാസ്സാക്കി വായനശാല ഉച്ചദേശ അസർ ദേശം തുറക്കാൻ പാടില്ല, 10 മണിക്ക് തുറക്കേണ്ടത്, 10 മണിക്ക് തുറക്കാൻ പാടില്ല. അപ്പം ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞാൽ അത് 10 മണിക്ക് തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അസർ ദേശം തുറക്കണമാർക്ക് തുറക്കാൻ വേണ്ടി ഞാൻ പോയതാണ്. ഞാൻ പോകുമ്പോൾ ഞാൻ എന്താണ് എന്നെ കൊണ്ട് അന്ന് തഫ്സീലുൽ ഓതുന്ന ഒരു കുറേ ആളുകൾ കുട്ടികളുടെ നാട് പഠിക്കുന്നു. അപ്പം അവർക്ക് തഫ്സീലുൽ ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് അറിയോ, ആ കിതാബ് പോലെ കൈ കൊടുത്തു. ഞാൻ എന്താ വായനശാല തുറന്നു വരാമെന്ന് തന്നെ പോയതാണ്. വായനശാലൻ്റെ അവിടേക്ക് പോകുമ്പോൾ മൂപ്പര് എന്നെ വിളിപ്പിച്ചു. എന്നെ വിളിപ്പിച്ചപ്പോൾ മൂപ്പര് ഭയങ്കര ദേഷ്യത്തിലാണുള്ളത്. അപ്പം ഞാനാണ് ആദ്യം എന്ന് അറിഞ്ഞിട്ടില്ല, എടുത്തെത്തിയപ്പോൾ ഞാനാണെന്ന് മനസ്സിലായി. അപ്പം അവിടുന്ന് ഉള്ളിൽ നീ വലിയ കുത്തിപ്പിടിച്ചതിനെ വടിയേറ്റാണ് വരേണ്ടത്. അപ്പം ഞാൻ അന്ന് കോട്ടുമല വാപ്പ മുസ്ലിയാരെ വാപ്പ കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മർക്കദ നമ്മളെ ഉസ്താദുമാരിൽപ്പെട്ട മഹാനാണ്. അവരോട് ഞാൻ ചെന്ന് പറഞ്ഞു, എന്നെ വിളിപ്പിക്കുന്നുണ്ട്, എന്താ സംഭവിക്കാന്ന്. അവനോട് നിങ്ങൾ പോയിക്കോളൂ, ഞാൻ അവിടെ ഇല്ലെന്ന് വെച്ചു. അപ്പം ഞാൻ മൂപ്പരിനോട് വായനശാല തുറക്കും. അപ്പം ഞാൻ പറഞ്ഞ അസർദേശം തുറക്കാൻ പറഞ്ഞാൽ പിന്നെ എപ്പോഴാണ് തുറക്കുക, അസർദേശമല്ലേ തുറക്കലും തുറക്കും. അങ്ങനെ കുറച്ച് വർത്താനമൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അന്ന് നൂറുൽമയിലുള്ള എല്ലാവരെയും വിളിപ്പിച്ചു. സിലബസ് പരിഷ്കരിക്കണമെന്ന് വേണ്ടവരോടൊക്കെ ഓരോരുത്തർ വിളിച്ചിട്ട് നിങ്ങൾക്ക് പരിഷ്കരിക്കണോ എന്ന് ചോദിക്കും. അത് വേണ്ട, നന്നായി ഇവിടെ തോന്നുന്നത് പരിഷ്കരിക്കണം എന്ന് പറഞ്ഞാൽ അന്ന് അവൻ്റെ പേരോടെ ഇത് പറയും. അങ്ങനെ 18 ആൾക്കാരെ പേരോടെ ഇത് ഇന്നെ വിളിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരണില്ല, കാരണം ഞാനൊരു തെറ്റു ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ വേണ്ടാന്ന് പറഞ്ഞ കിതാബുണ്ടല്ലോ തഫ്സീലുൽ അഫ്ലാക്ക്, അത് വായിച്ചത് കൊടുക്കാൻ പോകാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. മൂപ്പര് പറഞ്ഞ സമയത്താണ് ഞാൻ വായനശാല തുറന്നത്. പിന്നെ എന്തിനാ ഇനി ഇന്നെ വിളിക്കണേ, ഞാൻ വരണില്ല. അപ്പൊ പറഞ്ഞു തങ്ങൾ വരണില്ല, തങ്ങളെ പേര് മുകളിൽ എഴുതുന്നു. അപ്പൊ പുറത്താക്കണ കൂട്ടത്തിൽ എൻ്റെ പേര് മുകളിൽ എഴുതും. അങ്ങനെ അവിടുന്ന് 18 ആളെയും പുറത്താക്കി. ഇന്നെ മൂപ്പര് എന്താക്കി, ഇന്നെ മാത്രം തിരിച്ചു. അപ്പൊ അന്ന് മൂപ്പര് പറഞ്ഞ ചില വാക്കുകളുണ്ട്. തങ്ങൾ പിന്നെ കിതാബൊക്കെ തീരുന്ന ആളാണ്, തങ്ങളെ നമുക്ക് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞു. ആ ആവശ്യമാണ് പിന്നീട് നടന്നത്. നന്ദിയിലൊക്കെ മൂപ്പരപ്പം മുദ്രിസായതും ഇതൊക്കെ അത് തന്നെയാണ്. അപ്പൊ എന്നെ മാത്രം തിരിച്ചെടുത്തു. ഞാൻ പിന്നെ ആ വർഷം അവിടെ പൂർത്തിയാക്കി. പിറ്റത്തെ വർഷം തെക്കുമ്പാടെ നമ്മളെ ഉസ്താദ് ബാപ്പുലിയൊപ്പം പിറ്റി പോതി. പിന്നെ അതിൻ്റെ ശേഷം ദൈവം പോയി. അപ്പൊ ഞാൻ പിന്നെ അവിടേക്ക് വരാത്തതുകൊണ്ട് മൂപ്പര് എപ്പോഴും എൻ്റെ ബാപ്പാനെയും എൻ്റെ വന്യരായ ഉസ്താദ് പി കുഞ്ഞി മുസ്ലിയാർ മൂപ്പര പ്രധാന ഈശ്വരനാണ്. മൂപ്പര് എപ്പോഴും പറയല് എൻ്റെ കുഞ്ഞീന്നാ, മൂപ്പര കുഞ്ഞി മുസ്ലിയാരെ പറ്റി പറയല്. കുഞ്ഞിൻ്റെ ദർശനം വന്നവരൊന്നും വളരെ പരീക്ഷ വേണ്ട, അവൻ പറഞ്ഞ ക്ലാസ്സിൽ ചേർന്നാൽ മതി എന്ന് പറയും. അത്ര ഇഷ്ടമാണ് ഉസ്താദിനോട്. അപ്പൊ ഉസ്താദൊക്കെ എന്നോടൊക്കെ പറയും, ഞാൻ തങ്ങളാ മുത്തവല്ല് 6 മാസം പേര് വിളിച്ച് മൂപ്പര് വന്നില്ല. എൻ്റെ വാപ്പാനെ കാണുമ്പോഴും പറയും, നിങ്ങളെ മകനെ 6 മാസം പേര് വിളിച്ചു വന്നില്ല. അങ്ങനെ ഞാൻ ദൈവം നിന്നൊക്കെ വന്നതിന് ശേഷം മൂപ്പര വീട്ടിൽ പോകണം, എന്തായാലും മൂപ്പരെടുത്ത് പോകണം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ ഉസ്താദിൻ്റെയും എൻ്റെ വാപ്പാൻ്റെയും ഒക്കെ വലിയ സമ്മർദ്ദമുണ്ട്. ഞാൻ ദർശനക്കിണി മുമ്പ് മൂപ്പരൊന്ന് കാണാം. അങ്ങനെ ഞാൻ വെള്ളിമാട് കുന്നിൽ വരികയാണ്. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ വേഗം വായിലടിച്ച് ഉള്ളിൽ കയറി. ഞാൻ കുറേ നേരം അവിടെ നിന്ന് ഞാൻ തിരിച്ചു വന്നു. പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് പിന്നെയും ചെന്നു. അന്നും അതേമാതിരി ഞാൻ വായിലടിച്ചു. 3-ാമത്തെ ദിവസം എന്നപ്പോൾ മൂപ്പര് പുറത്തില്ല. അവിടെ ഉള്ളിലൊരു ഒരു ഇതുണ്ട്, ഒരു മണ്ണിൻ്റെ ഒരു വലിയ പഴയ കാലത്തുള്ള പടാപ്പുറം എന്നൊക്കെ പറയും. അതിന്മേൽ പിന്നെ സിമെൻ്റ് ഒക്കെ ഇട്ട് നന്നാക്കി തന്നെയാണ് അതിന്മേൽ ഇരിക്കാനും മൂപ്പര്. പായൊക്കെ കടക്കൊക്കെ ഇട്ടിട്ട് കൈയൊക്കെ അങ്ങനെ കുത്തിക്കെടുക്കാം. അപ്പം ഞാൻ എന്താക്കി, അവിടെ വാതിലിൻ്റെ അടുത്ത് ഉള്ളിൽ കയറിയപ്പോൾ മൂപ്പര് എന്തായി തന്നെയോ
എന്നോട് പറഞ്ഞ് നിങ്ങൾ പുറത്ത് പോയിക്കോളി തന്നെ മൂപ്പര് എപ്പോഴും വാതിലടിച്ചു. 3-ാമത്തെ പ്രാവശ്യം. 4-ാമത്തെ പ്രാവശ്യം ഞാൻ ചെന്നപ്പോൾ മൂപ്പരുടെ സ്വഭാവം നന്നായിട്ടുണ്ട്. മൂപ്പരിനോട് പറഞ്ഞു, ഞാനിതുവരെ നിങ്ങളെ പരിശോധിക്കരുത് തങ്ങളെന്ന് പറഞ്ഞു. നിങ്ങൾ മനസ്സറിഞ്ഞിട്ടാണോ അങ്ങോട്ട് വരേണ്ടത് അല്ലേ എന്നുള്ളത്. മനസ്സറിഞ്ഞ് വരികയാണെങ്കിൽ എന്താക്കണം, പിന്നെ നിങ്ങളെ നമ്മൾ സ്വീകരിക്കണമല്ലോ. അതിന് ഞാൻ എന്താക്കി 3 വട്ടം നിങ്ങളെ വരണത് നോക്കി. അപ്പം നിങ്ങൾ 4-ാമത്തെ വട്ടവും വന്നപ്പോൾ ഇതൊരു മനസ്സറിഞ്ഞ വരുത്താനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മനസ്സറിഞ്ഞിട്ടാണോ വരണത് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇന്ന് ഈ 3 വട്ടം നടത്തണം. ആദ്യത്തെ പ്രാവശ്യം തന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ ഹൃദയത്തേക്ക് നോക്കിയാൽ പോരെയെന്ന് ചോദിച്ചു. അപ്പം മൂപ്പർക്കത് പിന്നെ ഇഷ്ടപ്പെട്ടൊക്കെ എനിക്കറിയില്ല. മൂപ്പരിനോട് വളരെ രോഷാകുലനായി. മൂപ്പർ പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവിടെ എണീച്ചു. അപ്പം ഞാൻ അത് ആവർത്തിച്ചു പറഞ്ഞു. അപ്പം എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലായി എന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പരുടെ സ്വഭാവമൊക്കെ മാറി. അപ്പം ഞാൻ പറഞ്ഞു, ഞാനിൻ്റെ നേരെ കാണുകയുള്ളൂ ഒരു റസാക്കിനെ പിന്നെ പട്ടിക്കാട് നിന്ന് പുറത്താക്കണത്. അവനോട് ശിവനന്ന് പറഞ്ഞല്ലോ, എടാ നിന്റെ ഹൃദയത്തിൽ ഈമാനില്ല. അത് ഞാൻ നേരെ കണ്ടതല്ലേ. ഓൻ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അല്ല 10 ദിവസം കഴിഞ്ഞിട്ട് കോളേജിന്റെ മുന്നിൽ വന്ന് അവൻ ക്രിസ്ത്യാനിയായിട്ട് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടതല്ലേ എന്ന് പറഞ്ഞു. അപ്പം മൂപ്പര് പറഞ്ഞു, നിങ്ങൾ അതുകൊണ്ട് നിങ്ങളിത് ആരോടും പറയരുത്. ഇതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ ശംസുൽ. എന്നോട് പറഞ്ഞത് അത് നിങ്ങൾ ആരോടും പറയരുത് ഈ സംഭവം. ഞാൻ മരിക്കണ വരെ അതങ്ങനെ വല്ലാതെ അധികമായിട്ട് പ്രസംഗിക്കില്ല. അവിടെ മൂപ്പര് മരിക്കണ വരെ ഞാനത് വളരെ, കാരണം മൂപ്പർക്ക് ആവില്ലാന്ന് മനസ്സിലാക്കിയിട്ട് ഞാനത് എന്താവലില്ല, പിന്നെ പരസ്യമായി പ്രസംഗിക്കാറില്ല. കാരണം മൂപ്പരോട് ബന്ധപ്പെട്ട ഒരു വലിയൊരു അത്ഭുത സംഭവമല്ലത്. അതായത് ഒരാളെ ഹൃദയത്തിലുള്ളത് നോക്കിയാണല്ലോ മൂപ്പര് പറയണത്. മജീഷേഖ് തങ്ങൾ പറഞ്ഞതുപോലെ കുട്ടിയകത്തുള്ള വസ്തുവിനെ പോലെ കാണുമ്പോൾ ഞാൻ നിങ്ങളെ കൽഭാഗം എന്ന് അവിടുന്ന് പറഞ്ഞില്ലേ, ഹൃദയത്തിൽ നോക്കിയിട്ട് അവന്റെ ഹൃദയത്തിൽ ഇമ്മാഞ്ചായി ഇപ്പൊ അവിടുന്ന് പോകണമെന്ന അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ പട്ടിക്കാട് ജാമിയ നൂരിയിൽ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെ ഞങ്ങളിങ്ങനെ പരീക്ഷയ്ക്ക് ആദ്യം വന്നപ്പോൾ കുറേ കുട്ടികൾ ഇങ്ങനെ പരീക്ഷയ്ക്കില്ല. അപ്പൊ മൂപ്പര് ഇങ്ങനെ വന്ന് എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു, ഇവൻ വേണ്ട ഇവൻ വേണ്ട എന്ന് പറഞ്ഞു. അവനോട് ഇടിച്ചു പോകാൻ പറഞ്ഞു. നമുക്ക് തോന്നി എന്തിനാണ് ഇവരെ ഷെയ്ഖുനെ പുറത്താക്കിയതെന്ന്. അപ്പൊ ഇവര് ഷെയ്ഖുനെ പരിചയമുള്ള ആളുകളെന്ന ഷെയ്ഖുനെ മുഖത്ത് നോക്കിയിട്ട് ഫറാസത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൂറുൻ യുൽഖീഹില്ല, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫീ ഖുലൂബി ഇബാദിഹിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളാവുന്ന അല്ലാഹുവിന്റെ ഇബാദിന്റെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ടുകൊടുക്കുന്ന നൂറാണ് ഫറാസത്ത്. അപ്പൊ അത് വലിയ ആളുകൾക്കൊക്കെ ഇമാം ഷാഫി തങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ ആ നിലക്ക് ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിട്ട് അല്ലെങ്കിൽ മുഖം നോക്കിക്കൊണ്ടിട്ട് നമ്മളെ ശിവനെ എപ്പോഴും പറയുന്നുണ്ട്, മുഖത്ത് നല്ല നിന്റെ ശരീരത്തിൽ മുഴുവൻ നിന്നോട് ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് മൂപ്പര് പറയും. അത് നമ്മുടെ ശരീരത്തിലല്ല, ഓരോ സാധനങ്ങളിലും ആ സാധനത്തിനോട് ബന്ധപ്പെട്ട രേഖകൾ മുഴുവൻ ഉണ്ടാവും. ആ രേഖകൾ നോക്കി മനസ്സിലാക്കണവരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ. അപ്പൊ അങ്ങനത്തെ ഒരുപാട് അത്ഭുതങ്ങൾ ബഹുമാനപ്പെട്ടവരോട്. അപ്പൊ അന്ന് ആ പട്ടികാട് നിന്നൊക്കെയുള്ള സംഭവം എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ഒന്നായിട്ട് പരക്കേണ്ട ഒരു സംഭവമല്ലേ. പക്ഷെ മൂപ്പർക്കത് പരത്തപ്പെടുന്നത് ഇഷ്ടമില്ല, എല്ലാവരും അറിയണത് അവർക്ക് ഇഷ്ടമില്ല. അല്ലെങ്കിൽ ഈ 10, 250 മേലെ കുട്ടികളുള്ള ഈ കുട്ടികളൊക്കെ അത് പ്രചരിപ്പിക്കൂലേ.